മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കുത്തനെ കൂടുകയാണ്. പ്രതിദിന പനി ബാധിതർ 12,000 കടന്നു. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 തുടങ്ങിയവ ബാധിച്ചുള്ള മരണവും വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പ് തുടർച്ചയായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും മുൻകരുതലെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറക്കത്തിലാണെന്നാണ് ആക്ഷേപം. 2024 ജനുവരി മുതൽ ജൂലൈ 12 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 13 ലക്ഷം പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. ഈ വർഷം പനി രോഗങ്ങളാൽ 196 പേർ മരിച്ചു. ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, H1N1, മലേറിയ, വയറിളക്കനുബന്ധ രോഗങ്ങൾ, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, കോളറ, ഷിഗല്ല, വെസ്റ്റ് നൈൽ അങ്ങനെ പലതരം രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കേരളം. കഴിഞ്ഞ മാസത്തേക്കാൾ വളരെ കൂടുതൽ കേസുകളാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രതിദിന പനി ബാധിതർ 1000-ന് മുകളിലാണ്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം 2000 കടന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചകളും ഇടവിട്ടുള്ള മഴയുമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തതും മലിനജലത്തിന്റെ ഉപയോഗവും രോഗവ്യാപനം വേഗത്തിലാക്കുന്നു. പകർച്ചവ്യാധി പെരുകുമ്പോഴും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തികഞ്ഞ പരാജയമാണെന്നും ആക്ഷേപമുണ്ട്. പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും മാത്രം മുറതെറ്റാതെ നടക്കുന്നു. കേന്ദ്ര ആരോഗ്യവകുപ്പ് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സംസ്ഥാനം വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തതാണ് പകർച്ചവ്യാധി വ്യാപനം വർദ്ധിക്കാനിടയാക്കിയതെന്നാണ് പ്രതിപക്ഷ ആരോപണം.